അടുത്ത പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കുന്നത് സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷനാണ്. എന്താണ് സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് സെൻട്രലൈസേഷൻ, എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നതിന് മുൻപായി സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഗവൺമെൻറ്റൽ സിസ്റ്റം നേരിടുന്ന ഒരു വലിയ പ്രശ്നം, ദാറ്റ് ഈസ് ദ കോംപ്ലക്സിറ്റി ഇൻ ഇറ്റ്സ് ഫങ്ഷൻസ് ആർ ദ റീസൺ ഫോർ ഡിസ്കസിങ് സെൻട്രലൈസേഷൻ വേഴ്സസ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് സെൻട്രലൈസേഷൻ നമുക്ക് ആദ്യം നോക്കാം. സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കമ്പൽഷൻസ് ഓഫ് എ പ്ലാൻഡ് ഇക്കോണമി, ദ നീഡ് ഫോർ എഫക്റ്റീവ് ആൻഡ് സ്ട്രോങ് ഡിഫെൻസ് ആൻഡ് ദ ഏർജ് ഫോർ നാഷണൽ ഇൻ്റഗ്രേഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് സെൻട്രലൈസേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. പ്ലാൻഡ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നീതി ആയോഗ് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു. ആ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ദേശീയ പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. അപ്പം ഒരു നാഷണൽ അല്ലെങ്കിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ആകമാനം ഒരു പ്ലാനിംഗ് ഉൾപ്പെടുത്തുമ്പോൾ, ഒരു പ്ലാനിങ്ങിൻ്റെ കീഴിൽ കൊണ്ടുവരുമ്പോൾ അതിന് ഒരു സെൻട്രലൈസ്ഡ് സ്വഭാവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, നല്ലൊരു ഡിഫൻസ് സിസ്റ്റം വേണമെന്ന് പറയുമ്പോൾ അതും സെൻട്രലൈസ് ചെയ്ത ഒരു സിസ്റ്റത്തിന് മാത്രമേ നല്ലൊരു ഡിഫൻസ് സിസ്റ്റത്തിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നാഷണൽ ഇൻ്റഗ്രേഷൻ, മുഴുവൻ ദേശീയോദ്ഗ്രഥനം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രലൈസേഷൻ ആവശ്യമായി വരും. ഇനി എപ്പോഴാണ് ഡീസെൻട്രലൈസേഷൻ വേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ, വെൻ വി ഹാവ് എ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് ടു ടേക്ക് ഡെമോക്രസി ടു ഗ്രാസ് റൂട്ട്സ്. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചതുപോലെ തന്നെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ, വികേന്ദ്രീകൃതമായി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനെയും നമ്മുടെ പൊളിറ്റിക്കൽ അതോറിറ്റിയെയും വിഭജിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പറയുമ്പോഴാണ് അതിന് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്, സെൻട്രലൈസേഷനിൽ എല്ലാ കാര്യങ്ങളും ഒറ്റ കേന്ദ്രത്തിലേക്ക് പോകുന്നുവെങ്കിൽ ഡീസെൻട്രലൈസേഷനകത്ത് അധികാരത്തെ ചെറിയ ചെറിയ വിഭാഗങ്ങളിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വിടുന്നു. അതിനാണ് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഡെമോക്രസിയെ ഡിവോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ദർ ഈസ് എ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ റീജിയണൽ ഓട്ടോണമി. താഴെയുള്ള എല്ലാ അതോറിറ്റീസിനും പരമാവധി ഓട്ടോണമി കൊടുക്കുക എന്നുള്ളതാണ് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ മുമ്പത്തെ പ്ലാനിംഗ് കമ്മീഷൻ യഥാർത്ഥത്തിൽ സെൻട്രലൈസേഷനെയാണ് സിംബലൈസ് ചെയ്യുന്നതെങ്കിൽ, പഞ്ചായത്തി രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തെ മുഴുവൻ ഒരു കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനെ, കൺവെർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ അതിന് നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ഇറ്റ് ഈസ് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി എമംഗ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ യൂണിറ്റ്സ്. താഴോട്ട് ചില വ്യക്തികളിലേക്കോ ചില യൂണിറ്റുകളിലേക്കോ അധികാരത്തെ വിഭജിച്ച് നൽകുമ്പോഴാണ് അതിന് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ LD വൈറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. ദ പ്രോഗ്രസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഫ്രം ലോവർ ടു ഹയർ ലെവൽ ഓഫ് ഗവൺമെൻറ് ഈസ് കോൾഡ് സെൻട്രലൈസേഷൻ. ചെറിയ അധികാര സ്ഥാപനങ്ങളെല്ലാം തന്നെ അവരുടെ അധികാരങ്ങളെ മുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സെൻട്രലൈസേഷൻ എന്ന് പറയാം. മുകളിലെ ഒരൊറ്റ അധികാര സ്ഥാപനം അതിൻ്റെ അധികാരത്തെ വിഭജിച്ച് താഴേക്ക് കൊടുക്കുകയാണെങ്കിൽ, അതിൻ്റെ നേരെ വിപരീതം ആണെങ്കിൽ അതിനെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. ഹെൻറി ഫയോളോ അത് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഡീസെൻട്രലൈസേഷൻ ഉണ്ട് എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, when there is due importance for the subordinates in an organization. അതായത് കീഴുദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ താഴെയുള്ള ഓഫീസുകൾക്ക് പരമാവധി അധികാരം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ ഡീസെൻട്രലൈസേഷൻ ഉണ്ടെന്നാണ്. ഇനി നേരെ മറിച്ചാണെങ്കിലോ, പരമാവധി താഴെയുള്ള ഈ പറയുന്ന ഓഫീസുകൾക്ക് അധികാരം ഇല്ല എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് സെൻട്രലൈസേഷനാണ്. എപ്പോഴും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ നമ്മളൊരു പ്രിൻസിപ്പളായിട്ട് തൊട്ടടുത്ത് തന്നെ പഠിക്കും. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പോൾ തന്നെ നമ്മളിവിടെ ഒരു ഡിസ്കഷൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ദർ ഈസ് എ മോഡ്യൂൾ ഹിയർ ദാറ്റ് ഈസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡെലിഗേഷൻ. എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്ന് ചോദിച്ചാൽ, അവിടെ ഏത് അധികാര സ്ഥാപനമാണോ അതിൻ്റെ താഴെയുള്ള ലോക്കൽ അധികാര സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം വിഭജിച്ചു കൊടുക്കുന്നത്, ആ സ്ഥാപനം അവർക്ക് കൊടുക്കുന്നത് പൂർണ്ണമായ ഓട്ടോണമിയോടുകൂടിയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേന്ദ്ര സർക്കാർ താഴെയുള്ള സ്റ്റേറ്റുകൾക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്കും അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന അധികാരം ഓട്ടോണമസ് ആണ്. അവർക്കത് സ്വയംഭരണാവകാശമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഡെലിഗേഷനിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ്. മുകളിലിരിക്കുന്ന ഒരു അധികാരി താഴോട്ട് ചിലപ്പോൾ അധികാരം കൊടുക്കും, അവിടെ താഴെ നിന്ന് മുകളിലോട്ടും കൊടുക്കാറുണ്ട്. അത് നമുക്ക് അവിടെ എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അധികാരം ഈ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അധികാരം
പരിമിതമാണ്. അതായത് അത് കിട്ടുന്നയാൾക്ക് ഒരു ജോലി ചെയ്യാനായി മുകളിൽ നിൽക്കുന്ന ആൾ കൊടുക്കുന്ന ഒരു ഏജൻസി സംവിധാനം മാത്രമാണ്. ഹീസ് ജസ്റ്റ് ആൻ ഏജൻറ്റ്. ബിക്കോസ് യഥാർത്ഥ അധികാരവും യഥാർത്ഥ റെസ്പോൺസിബിലിറ്റിയും ഇത് കൊടുക്കുന്ന ആളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഡെലിഗേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രസക്തമാണ്. ഡീസെൻട്രലൈസേഷനിൽ താഴെയുള്ള ഘടകങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അധികാരം കിട്ടുന്നു. ഡെലിഗേഷനിലാണെന്നുണ്ടെങ്കിൽ ഈ അധികാരം കിട്ടുന്ന ഘടകങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അതേസമയം അത് ചെയ്തു തീർക്കുവാനും അല്ലെങ്കിൽ അതുമായിട്ടുള്ള മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള മുഴുവൻ അധികാരങ്ങളും മുകളിലുള്ള അധികാരിക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആര് കൊടുത്തോ ആ അധികാരിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഡീസെൻട്രലൈസേഷൻ ആദ്യമായി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ്, രണ്ട് പൊളിറ്റിക്കൽ. അതിൽ പൊളിറ്റിക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള സിസ്റ്റം തന്നെയാണ്. വേർ ദർ വിൽ ബി എ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് സർട്ടൺ സ്റ്റേറ്റ്സ് വിച്ച് വിൽ ബി കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ഇൻ ദ പൊളിറ്റിക്കൽ സെൻസ്. അതേസമയം അഡ്മിനിസ്ട്രേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. വെർട്ടിക്കൽ, ടെറിട്ടോറിയൽ, ഫങ്ഷണൽ. അതിൽ വെർട്ടിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുപ്പീരിയർ അതോറിറ്റി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ടാക്കുന്നു. അതിൽ ഇൻഡിപെൻഡൻ്റ് അധികാരമുള്ള ചില ഫങ്ഷണറീസിന് താഴോട്ട് അധികാരങ്ങൾ കൊടുക്കുന്നു. ടെറിട്ടോറിയൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രോബ്ലം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ഫീൽഡ് ഏജൻസീസ്. ഫീൽഡ് ഏജൻസീസ് ഉണ്ടാവും. ഫീൽഡ് ഏജൻസീസിന് അധികാരം കൈമാറുന്നതിനെയാണ് ടെറിട്ടോറിയൽ എന്ന് പറയുന്നത്. ഫങ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അതോറിറ്റീസ് അവരുടെ സ്പെഷ്യലായിട്ടുള്ള പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ഉള്ള ബോഡീസിലേക്ക് അധികാരം കൊടുക്കുന്നു. ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റീസ്, UGC, സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ്, അത്തരം സ്ഥാപനങ്ങൾ. അപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവും മറ്റത് പൊളിറ്റിക്കലും. അതാണ് പ്രധാനപ്പെട്ട ബ്രോഡർ ഡിസ്റ്റിങ്ഷൻസ്. അതിൽ അഡ്മിനിസ്ട്രേഷന് വെർട്ടിക്കൽ, ടെറിട്ടോറിയൽ ആൻഡ് ഫങ്ഷണൽ ഡീസെൻട്രലൈസേഷൻ. നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ നോക്കാം. ഡീസെൻട്രലൈസേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈസ് എ റിലീഫ് ടു സെൻട്രൽ അതോറിറ്റി. അതായത് ഏറ്റവും ഉയരെയുള്ള അതോറിറ്റിക്ക് അതിൻ്റെ ഓവർ ബേർഡൻസിനെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി മൊത്തം അധികാരത്തെ വിഭജിച്ച് താഴോട്ട് കൊടുക്കുന്ന ഒരു വലിയ റിലീഫ് കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തത് ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും താഴെ അറ്റത്തുള്ള ഓഫീസിൽ പരിഹരിക്കാൻ പറ്റുന്നു. ദാറ്റ് ഈസ് ദ പീപ്പിൾ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു റിസോൾവ് ഇഷ്യൂസ് അറ്റ് ക്ലോസർ പോയിൻറ്റ്സ്. ദെൻ ഫാസ്റ്റർ ആക്ഷൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെ അറ്റത്താണ് അല്ലെങ്കിൽ ഏറ്റവും തൊട്ടടുത്തുള്ള ഓഫീസുകളിലായതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് ഏറ്റവും വേഗം പരിഹരിച്ച് കിട്ടുന്നു. ഫാസ്റ്റർ. അതുപോലെ തന്നെ they can have their issues resolved without red tapeism or it enhances overall efficiency. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഇറ്റ് ഗീവ്സ് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് റിസോഴ്സ്ഫുൾനെസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് അമംഗ് സബോർഡിനേറ്റ്സ്. താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരിൽ പരമാവധി സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നതിനും അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിനും ഡീസെൻട്രലൈസേഷൻ സഹായകമാണ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ ഒരുപാടായി കഴിഞ്ഞാൽ അനാർക്കി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏറ്റവും താഴെ അറ്റത്തുള്ള ഓഫീസുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആരും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ അവരെ വളരെ അനാർക്കിക്കായി അരാജകത്വത്തോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ കോർഡിനേഷൻ അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഇഷ്യൂ. ഇറ്റ് മേക്സ് കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസ് ഡിഫിക്കൽട്ട്. ആ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഏകോപനത്തിന് വിപരീതമായിട്ടായിരിക്കും ഡീസെൻട്രലൈസേഷൻ ഉണ്ടാകുക. കാരണം താഴെയുള്ള ചെറിയ ചെറിയ ധാരാളം ഓഫീസുകളുണ്ടെങ്കിൽ ആ ഓഫീസുകളെല്ലാം കൂടെ ചേർന്ന് സെപ്പറേറ്റായിട്ട് പ്രവർത്തിക്കുക വഴി സെൻട്രലൈസേഷന് നേരെ വിപരീതമാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്താനുള്ളതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നു. ദെൻ അതുപോലെ it is neither possible nor desirable to have complete decentralization in personnel, budgeting, tax collection, etc. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് താഴെയുള്ള ഓഫീസുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. പേഴ്സണൽ, ബഡ്ജറ്റിംഗ്, ടാക്സ് കളക്ഷൻ അത്തരം കാര്യങ്ങൾ ഏറ്റവും താഴെയുള്ള വിഭാഗങ്ങൾക്ക് ഓട്ടോണമസായി പതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ മുകളിലുള്ള ഏജൻസി തന്നെ ചെയ്യേണ്ടതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് മോർ ഇക്കണോമിക് ആൻഡ് എഫിഷ്യൻറ്റ് ടു സെൻട്രലൈസ് ഹൗസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ്. ഏറ്റവും നല്ലത് സെൻട്രലൈസ് ചെയ്യുന്നതാണ്. സെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗസ് കീപ്പിംഗ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ലാഭത്തിൽ നടത്താൻ പറ്റും. കാരണം കൂടുതൽ ഓഫീസുകൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ചിലവുണ്ടാകുന്നു. അത് ഏറ്റവും ചിലവേറിയ ഒരു ഓഫീസ് സംവിധാനമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദോഷം.
ഇനി സെൻട്രലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. സെൻട്രലൈസേഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് ടാലൻസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സിക്യൂട്ടീവ്സ് ഫോർ ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. ഏറ്റവും ഉയരെയുള്ളയാൾ ഏറ്റവും ഭംഗിയായി അദ്ദേഹത്തിൻ്റെ ജോലികൾ നിർവഹിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പൂർണ്ണമായി നിർവഹിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. അതുപോലെ ഇത് ഏറ്റവും ഫ്ലെക്സിബിളാണ്, അതുപോലെ ഏറ്റവും സ്പീഡിയാണ്. കാരണം താഴെയുള്ള ഓഫീസുകളിലുള്ള ഡിലേ ഒന്നും വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഏറ്റവും സ്പീഡിയായി അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നു. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് ഓവർലാപ്പിംഗ്. ചെറിയ ചെറിയ ഓഫീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓഫീസുകളിലെല്ലാം കൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരുന്നു, ഒരേ ജോലി പലർ ചെയ്യുന്ന അവസ്ഥ വരുന്നു. അതൊന്നുമില്ല. ഏറ്റവും മുകളിലുള്ള ഒരു ഓഫീസാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഈസിയർ ഫോർ ദ പീപ്പിൾ ആസ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് ഒരൊറ്റ ഓഫീസാണ്. അതിന് 3-4 ഘട്ടങ്ങളിലൂടെ കടന്നു വരേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ ആണെങ്കിൽ പോലും നമുക്കിവിടെ സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ ഉണ്ടെന്നുള്ളെങ്കിൽ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതിന് പല തട്ടുകളിലുള്ള ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. അതാണ് പ്രശ്നം. അപ്പം സെൻട്രലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഏറ്റവും എഫിഷ്യൻ്റായി ഏറ്റവും പെട്ടെന്ന് ജനങ്ങൾക്ക് കിട്ടുന്നു. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഓഫർ എനി സ്കോപ്പ് ഫോർ ദ സബോർഡിനേറ്റ്സ് പാർട്ടിസിപ്പേഷൻ. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. അതായത് കീഴുദ്യോഗസ്ഥന്മാരുടെ കഴിവോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പങ്കാളിത്തമോ ഒന്നും തന്നെ ഇതിനകത്ത് ഉറപ്പുവരുന്നില്ല. അവരെ വളരെ അപ്രസക്തമായും അപ്രധാനമായിട്ടും കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദോഷം. അതുപോലെ ഇറ്റ് ഇൻക്രീസസ് ദ ബേർഡൻ ഓഫ് ദ ടോപ്പ് എക്സിക്യൂട്ടീവ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഡീസെൻട്രലൈസ് ചെയ്യുന്നതെന്ന്. ഇവിടെ സെൻട്രലൈസേഷൻ ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ബേർഡനും കൂടെ ഒരാളുടെ തലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ദോഷം. പിന്നെ ഇറ്റ് ലോവേഴ്സ് ദ എൻതൂസിയാസം ഓഫ് ദ ലോവർ സബോർഡിനേറ്റ് ഒഫീഷ്യൽസ്. താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരിൽ ഉത്സാഹക്കുറവുണ്ടാക്കും. കാരണം അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ല, അവർക്ക് ജോലി ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ദ നോം ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഈസ് ടോട്ടലി നെഗ്ലക്റ്റഡ്. ജനങ്ങളുടെ യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും ഇതിനകത്തില്ല. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മുകളിലുള്ള ഒരു ഓഫീസായിരിക്കും. അടുത്ത പ്രിൻസിപ്പിൾ കോർഡിനേഷനാണ്. കോർഡിനേഷനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോർഡിനേഷൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് കോർഡിനേഷൻ. മലയാളത്തിൽ ഇതിന് ഏകോപനം എന്നാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് ഓർ റിസോൾവ് കോൺഫ്ലിക്ട്സ് ഓഫ് ഓവർലാപ്പിംഗ് ഇൻ ദ വർക്ക് ഓഫ് എംപ്ലോയീസ്. ആരാണോ ഒരാൾ ഇതിനകത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും കോർഡിനേറ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ആ ഓഫീസിൽ വന്നേക്കാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ തർക്കങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഡിസ്കറേജസ് ടു മച്ച് കോൺസെൻട്രേഷൻ. ഒരാളിൽ അല്ലെങ്കിൽ താഴെയുള്ള ഓഫീസുകളിൽ ഒരാളിലേക്ക് എല്ലാം കൂടെ പോകാതെ അയാളെയും കൂടി ഈ ഓർഗനൈസേഷൻ്റെ ഭാഗമാക്കുന്നതിന് കോർഡിനേഷൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ ടെൻഡൻസി ഓഫ് എംപയർ ബിൽഡിംഗ് ഓർ ഗ്രീഡ് ഫോർ പവർ. അധികാര മോഹത്തിനും അതുപോലെ എംപയർ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന സംവിധാനമൊക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകാറുണ്ട്. അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാതാക്കാൻ കോർഡിനേഷൻ സഹായിക്കുന്നു. കാരണം മുഴുവൻ പേരുടെയും സഹകരണത്തോടു കൂടിയും സഹായത്തോടു കൂടിയുമാണ് കോർഡിനേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മൾ ചെയ്യുന്നത്. കോർഡിനേഷന് 2 പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തെ നെഗറ്റീവ് സെൻസാണ്. നെഗറ്റീവ് സെൻസിൽ കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവിങ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഓവർലാപ്പിംഗ് ഫ്രം അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായേക്കാവുന്ന ഓവർലാപ്പിങ്ങും അതുപോലെ തന്നെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങളും ഇല്ലാതാക്കുന്നതിനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അത് ഇല്ലാതാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. പോസിറ്റീവ്ലി ഇതിന് നമുക്ക് ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ബ്രിങ് അബൌട്ട് എന്തുകൊണ്ട് വരാമെന്ന് ചോദിച്ചാൽ കോഓപ്പറേഷൻ. എല്ലാ വിഭാഗങ്ങൾ തമ്മിലും ഒരു സഹകരണത്തോടു കൂടി ഓർഗനൈസേഷൻ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നതിനാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സഹകരണത്തോടു കൂടി ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അതിനെ പോസിറ്റീവ്ലി നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ്ലി പറയുന്നത് ചില കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി 2 ഡെഫിനിഷൻസാണ്. ന്യൂമാൻ്റെ ഡെഫിനിഷനിൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓർഡർലി സിങ്ക്രണൈസേഷൻ. സിങ്ക്രണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിനെയും ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓഫ് എഫേർട്സ് ടു പ്രൊവൈഡ് ദ പ്രോപ്പർ എമൗണ്ട്, ടൈമിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് ഓഫ് എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ സമയത്ത് കൃത്യമായ എമൗണ്ടിൽ പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷനോടുകൂടി എടുക്കുന്നതിനെയാണ്. അങ്ങനെ നടത്തിയെടുക്കുന്നതിലൂടെ ആ ഓർഗനൈസേഷന് കിട്ടുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാർമണിയസ് ആൻഡ് യൂണിഫൈഡ്. എല്ലാ ആക്ഷൻസും വളരെ ഹാർമണിയസും യൂണിഫൈഡുമാകും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി ഫോർ എ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്. അതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ചാൾസ് വർത്തിൻ്റേത് കുറച്ചുകൂടെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ദ സെവറൽ പാർട്സ്. പലതായി കിടക്കുന്ന ഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി
ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ചെയ്യുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ പല വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് ഏകോപിപ്പിച്ച് അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വിഭാഗങ്ങൾ തമ്മിൽ തർക്കിച്ച് ബഹളമുണ്ടാക്കി അവരവരുടേതായ രീതിയിൽ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാതെ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക, ഹാർമോണിയസ് ആയിട്ട് കൊണ്ടുപോകുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ മൊത്തത്തിലൊരു ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് മേക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് സോ ദാറ്റ് ഓൾ പാർട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിലെ മുഴുവൻ പാർട്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോവുക, ടുഗദർ ഡിഫൈൻ ദ ഗോൾസ് വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ, വിത്തൗട്ട് ഗ്യാപ്സ് ആൻഡ് വിത്തൗട്ട് കോൺഫ്ലിക്ട്സ്. അതിനെയാണ് ഓൺ ടൈം, അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോർഡിനേഷൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്നും പറയുന്നത്. കാരണം ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും അനന്തമായ അത്യാവശ്യം എന്ന് പറയുന്നത് കോർഡിനേഷനാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ കോർഡിനേറ്റർ ഓഫ് ക്യാബിനറ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണം ക്യാബിനറ്റിലുള്ള മുഴുവൻ പേരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ജോലിയാണ്. അവിടെയുള്ള ഓരോ മന്ത്രിമാരും ചിലപ്പോൾ വലുതാകാൻ നോക്കിയാലും അവരെ അങ്ങനെ ആക്കാതെ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോർഡിനേഷനും കോഓപ്പറേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. കോഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്റ്റീവ് ആക്ഷൻ ഓഫ് വൺ പേഴ്സൺ വിത്ത് അനദർ. പലരും ചേർന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടീമിലുള്ള 5-6 പേർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ കോഓപ്പറേഷൻ എന്ന് പറയുന്നത്, ഒരു ഗോളിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി. അതേസമയം കോർഡിനേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ കളക്റ്റീവ് ആക്ഷൻ. മറിച്ച് ഇറ്റ് ഈസ് സിങ്ക്രണൈസേഷൻ ഓഫ് എഫേർട്സ്. ഈ പറയുന്ന 5-6 പേരുടെ ജോലി ഒരുമിച്ചാക്കി ചെയ്യുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കോഓപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ജോലികൾ ഭംഗിയായി ചെയ്ത് ഒരുമിച്ച് സഹകരിച്ച് നിൽക്കുന്നതിനാണ് കോഓപ്പറേഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഓരോരുത്തരുടെ ജോലികൾ എന്നുള്ളതിനേക്കാൾ പ്രസക്തം അതിനെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ്, സിങ്ക്രണൈസേഷൻ ഓഫ് എഫേർട്സ്. അടുത്തതായി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോർഡിനേഷനാണ്. ഒന്നാമത്തത് എക്സ്റ്റേണൽ കോർഡിനേഷൻ. എക്സ്റ്റേണൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഏരിയയ്ക്ക് പുറത്തുള്ളതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനുള്ളിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഡിവിഷനെയും സബ് ഡിവിഷനിലെയും ജോലിക്കാരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നതാണ് ഇൻറ്റേർണൽ കോർഡിനേഷൻ. അതേസമയം വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയർ ടു സബോർഡിനേറ്റ്, അതിനെയാണ് വെർട്ടിക്കൽ, അതായത് മുകളിൽ നിന്ന് താഴോട്ടുള്ളതിനെയാണ് വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ കോർഡിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പാരലാണ്, ദാറ്റ് ഈസ് അവിടെ കോർഡിനേഷൻ ബിറ്റ്വീൻ സെയിം റാങ്ക്ഡ് ഒഫീഷ്യൽസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, സൂപ്രണ്ടൻസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷൻ, ഓഫീസിലെ സെക്ഷൻ, ഡിഫറെൻറ്റ് സെക്ഷൻസ് ഇൻ ഓർഗനൈസേഷൻ തമ്മിലുള്ള കോർഡിനേഷനെയാണ് ഹൊറിസോണ്ടൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അവസാനത്തെ പ്രിൻസിപ്പിളാണ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെലിഗേഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥനിലേക്ക് തൻ്റെ അധികാരം കൈമാറുന്നു. അതേസമയം കൈമാറിയ ഉദ്യോഗസ്ഥനിൽ തന്നെ മുഴുവൻ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ അതിൻ്റെ അധികാരവും നിലനിർത്തുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ. ഡെലിഗേഷൻ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ഡിവൈഡിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് അതോറിറ്റി. ഒരു ഓർഗനൈസേഷനിലെ ജോലികളെ ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഡീസെൻട്രലൈസേഷനിൽ നിന്ന് വ്യത്യസ്തമാണിത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത്രത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ അവിടെ ഉണ്ടാവും. അത്തരം ജോലികളെല്ലാം കൂടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ജോലികൾ താഴേക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനിൽ ഡിലേ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ ബോട്ടിൽ നെക്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ ജോലികൾ താഴെ തട്ടിലേക്ക് തീർക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ താഴെയുള്ള ഹൺഡ്രഡ്സ് ഓഫ് ഫീൽഡ് ഓഫീസേഴ്സ് കാണും, അവർക്ക് ഈ ജോലികൾ പകുത്തു കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെയാണ് ഡെലിഗേഷൻ കൊണ്ടുള്ള നേട്ടങ്ങൾ. ചില കേസിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് പോളിസി ആൻഡ് പ്രോഗ്രാംസ് ടു ലോക്കൽ കണ്ടീഷൻസ്. ചിലപ്പോൾ ഡെലിഗേഷൻ ആവശ്യമായി വരുന്നത് മുകളിലുള്ള ഉദ്യോഗസ്ഥന് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഉള്ളത്. താഴെ അറ്റത്തുള്ള ഒരു സോണിൽ ആ ജോലി അവിടെ തന്നെ തീർക്കേണ്ടി വരുന്നെങ്കിൽ അവിടെയുള്ള ഓഫീസിലേക്ക് അധികാരം കൈമാറേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൊണ്ടാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി മീൻസ് ഗ്രേറ്റർ എനർജി, എ ഹയർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് എ ബെറ്റർ മൊറേൽ എമംഗ് ഫീൽഡ് ഏജൻറ്റ്സ്. ഏതൊരു ഓർഗനൈസേഷനിലും ഏതൊരു രാജ്യത്തും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ട് നമ്മൾ ഡെലിഗേഷനെ കാണുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ എനർജി, ഗ്രേറ്റർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ബെറ്റർ മൊറേൽ എമംഗ് ഫീൽഡ് ഏജൻറ്റ്സ്.
ഓക്കെ, ഇപ്പോൾ മൂണി ഡെലിഗേഷനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. ഹി സേസ് ഡെലിഗേഷൻ മീൻസ് കൺഫറിങ് ഓഫ് സ്പെസിഫൈഡ് അതോറിറ്റി, ഒരു പ്രത്യേക അധികാരം ഫ്രം ഹയർ ടു ലോവർ അതോറിറ്റി, മുകളിൽ നിന്ന് താഴേക്ക് കൊടുക്കുന്നതിനെയാണ് സാധാരണയായി നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഡെവല്യൂഷൻ ഓഫ് അതോറിറ്റി, താഴെ ഉള്ളവർക്ക് അധികാരത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് സാധാരണയായി പറയാനുള്ളത്. ബൈ എ പേഴ്സൺ ടു ഹിസ് ഏജൻറ്റ് ഓർ എ സബോർഡിനേറ്റ് സബ്ജക്റ്റ് ടു ഹിസ് റൈറ്റ്സ്. അത് പ്രത്യേകം നോക്കുക. കൊടുക്കുന്നയാളുടെ അധികാരവും അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനും എത്രയാണോ അതനുസരിച്ചായിരിക്കും താഴോട്ട് കൊടുക്കുന്നത്. താഴോട്ട് കൊടുക്കുന്ന ആളിൻ്റെയും അധികാരവും സൂപ്പർവിഷനും ഇതിനകത്ത് ഒരു പ്രശ്നമാകാറുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാരം താഴെ അറ്റത്തേക്ക് കൊടുത്താൽ പോലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കൊടുക്കുന്ന ആളിന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഡെലിഗേഷൻ്റെ പ്രത്യേകത. ഇനി ഇറ്റ്സ് കൺഫറിങ് അതോറിറ്റി ഫ്രം വൺ എക്സിക്യൂട്ടീവ് ഓർഗനൈസേഷൻ യൂണിറ്റ് ടു അനദർ. അപ്പോൾ ഇതിന് നമ്മൾ ഒന്നുകൂടെ നോർമലൈസ് ചെയ്ത് പറഞ്ഞാൽ, ഡെലിഗേഷൻ എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടാകണമെന്നില്ല, മറിച്ച് ഒരു എക്സിക്യൂട്ടീവിൽ നിന്നും മറ്റൊരു എക്സിക്യൂട്ടീവിലേക്ക്, ഒരു ഓർഗനൈസേഷനിൽ, അത് ഡൗൺവേർഡ് ആവാം, അപ്വേർഡ് ആവാം, സൈഡ് വേർഡ് ആവാം. മുകളിൽ നിന്ന് താഴേക്കാകാം, താഴെ നിന്ന് മുകളിലേക്കാവാം, ചിലപ്പോൾ സൈഡ് വൈസും ആകാറുണ്ട്. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിൽ ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സിക്യൂട്ടീവിന് അദ്ദേഹത്തിൻ്റെ വർക്ക് വിഭജിച്ച് താഴെയുള്ളവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഏറ്റവും സവിശേഷമായ ഒരു അധികാരത്തെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ് യുണീക്ക് ഓർഗനൈസേഷണൽ placement can perform effectively and so that he can get others to help him. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഡെലിഗേഷൻ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡെലിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു ഓഫീസർക്ക് അദ്ദേഹത്തിൻ്റെ ജോലികൾ വളരെ വലുതാണ് അല്ലെങ്കിൽ വളരെ ബൃഹത്താണെന്നുണ്ടെങ്കിൽ അതിനെ ചെറിയതായി ഡിവൈഡ് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ച് ഈ ജോലി പൂർത്തീകരിക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെലിഗേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പേഴ്സൺ ഡെലിഗേറ്റിംഗ് അതോറിറ്റി, ആരാണോ അധികാരം മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ അധികാരങ്ങളും മറ്റേ ആൾക്ക് സറണ്ടർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹീ വിൽ ഗെറ്റ് ദ അതോറിറ്റി ടു ഇൻസ്പെക്ട്, സൂപ്പർവൈസ് ആൻഡ് കൺട്രോൾ, അതേപോലെ ടു റിവ്യൂ. ഇത്രയും അധികാരങ്ങൾ കൊടുക്കുന്ന ആളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. അപ്പോൾ താഴെയുള്ള ആൾ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റായി നിന്ന് ഈ ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡെലിഗേറ്റ് ചെയ്തിരിക്കുന്ന ജോലി അത് കൊടുത്തിരിക്കുന്ന ആളിൽ നിന്നും തിരിച്ചെടുക്കാനുള്ള അധികാരം പോലും ഒരു ഡെലിഗേറ്റർക്കുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് മീൻസ് ടു കൺഫർ ഡിസ്ക്രിപ്ഷൻ അപ്പോൺ അതേഴ്സ്, മറ്റുള്ളവരിൽ എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഡെലിഗേറ്ററാണ്. ടു യൂസ് ദെയർ ജഡ്ജ്മെൻറ്റ് ഇൻ മീറ്റിംഗ് സ്പെസിഫിക് പ്രോബ്ലംസ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ദെയർ ഡ്യൂട്ടീസ്. അവർക്ക് എത്ര ജോലി, എത്രമാത്രം, എപ്പോൾ എന്നൊക്കെ തീരുമാനിക്കുന്ന ഡെലിഗേറ്റ് ചെയ്യുന്ന ആളാണ്. ഇവിടെ ഡെലിഗേഷനിൽ ബോത്ത് ഡെലിഗേറ്റ്സ് ആൻഡ് ഡെലിഗേറ്റർ ഹാവ് അതോറിറ്റി വെസ്റ്റഡ് ഇൻ ദം അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾ, അയാളുടെ അധികാരവും അതുപോലെ തന്നെ അയാളുടെ പവറും അയാളുടെ കൈവശമുണ്ട്. എപ്പോൾ വേണമെങ്കിലും മറ്റവരെ ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ പറ്റുന്നു. ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന ആൾ അല്ലെങ്കിൽ അധികാരം കിട്ടുന്നയാൾ, അയാളെ ഏറ്റവും ഭംഗിയായി അയാളുടെ ഉത്തരവാദിത്വത്തിലും നിയമത്തിൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ആ കാര്യം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വമുള്ള ആളാണ്. ഡെലിഗേഷൻ അതുകൊണ്ട് തന്നെ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് ഇപ്പോഴും ഓർഗനൈസേഷൻസിൽ പാലിക്കപ്പെടുന്നതാണ് ഡെലിഗേഷൻ. എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ നോക്കാം. അതിൽ അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ്, അതിൽ മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് താഴെയുള്ള ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൺ അസൈൻമെൻറ്റ്സ് ആണ്. ഈ ഡെലിഗേറ്റ്സിന് ഈ പറയുന്ന ഡെലിഗേറ്റ്സിന് അദ്ദേഹം കൊടുക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത് സബോർഡിനേറ്റ് സോ ആസ് ടു റിലീവ്ഡ് ഓഫ് ദ ഓവർലോഡ്, അദ്ദേഹത്തിൻ്റെ മൊത്തം ജോലിയെ ഒന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ അസൈൻമെൻറ്റ്സ് ആയിട്ട്, ടാസ്ക്കായിട്ട് അദ്ദേഹം താഴെയുള്ള ഡെലിഗേറ്റ്സിന് ഈ ജോലി കൊടുക്കുന്നത്. ഗ്രാൻഡ് ഓഫ് അതോറിറ്റി, ഇങ്ങനെ കൊടുക്കുന്നത് വഴി ഉദ്ദേശിക്കുന്നത് മാനേജർ അല്ലെങ്കിൽ ഹയർ എക്സിക്യൂട്ടീവ് അദ്ദേഹം ഇത് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആരാണോ ഈ ജോലി ചെയ്യുന്നത്, ഹി മസ്റ്റ് ഗെറ്റ് സഫിഷ്യൻറ്റ് റൈറ്റ് ടു ദ സബോർഡിനേറ്റ്സ്, അദ്ദേഹത്തിന് മുഴുവൻ അധികാരങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളും കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ജോലി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവരെ എല്ലാ തരത്തിലും അവർക്ക് വേണ്ട സപ്പോർട്ടുകളും ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾ കൊടുക്കണം. അതുപോലെ ക്രിയേഷൻ ഓഫ് ഓബ്ലിഗേഷൻ, ഇവിടെ ഡെലിഗേഷൻ ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ്
അക്സെപ്റ്റൻസ് ഓഫ് ഒബ്ലിഗേഷൻ, അതായത് രണ്ടുപേർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ടു പെർഫോം ഡ്യൂട്ടീസ് ഇൻ ടേംസ് ഓഫ് ടാസ്ക്, ഈ പറയുന്ന ടാസ്കുകൾ അനുസരിച്ച് ഇരുവർക്കും ജോലിയുണ്ട്. ഡെലിഗേറ്റ് ചെയ്യുന്ന ആളിനുമുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എ സബോർഡിനേറ്റ് മേ ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ ദ ടാസ്ക് അസൈൻഡ് ടു ദം, കൊടുത്തിരിക്കുന്ന ജോലിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടാവും. ഹി വിൽ ബി അക്കൗണ്ടബിൾ ടു ദ പേഴ്സൺ ഹൂ ഹാസ് ഡെലിഗേറ്റഡ് ഹിം ദീസ് ഫങ്ഷൻസ്, ആ അതോറിറ്റിയോട് അദ്ദേഹത്തിന് അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാകും. അപ്പോൾ ഇതാണ് 3 എലമെൻറ്റ്സ്: അസൈൻമെൻറ്റ് ഓഫ് ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ്, ഗ്രാൻഡ് ഓഫ് അതോറിറ്റി, ക്രിയേഷൻ ഓഫ് ഒബ്ലിഗേഷൻ. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ആ മോഡ്യൂളിലുള്ള മുഴുവൻ കാര്യങ്ങളും അവസാനിക്കുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ ഞാൻ സാധാരണ അസൈൻമെൻറ്റ്സ് കൊടുക്കുകയാണ് പതിവ്. ഇത് ഞാൻ ഇതിനകത്ത് മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.